ഞാനിപ്പോൾ നൈസ് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചാൽ കേട്ടോ. അപ്പോൾ വെള്ളം വെച്ചേക്കണാണ് നൈസ് പത്തിരിക്ക്. കുറച്ച് നമുക്ക് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. കുറച്ച് ആഡ് ചെയ്ത് കൊടുക്കണേ. ഹലോ, അപ്പോൾ എൻ്റെ ചാനലിലോട്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ ഷക്കീല. ഇന്നിപ്പോൾ തിരുവോണമാണ്. തിരുവോണത്തിൻ്റെ അന്ന് ഞാൻ ഈ വ്ളോഗ് ചെയ്തേക്കണത്. ഇവിടെ കംപ്ലീറ്റ് ക്രിസ്ത്യൻസാണ് കേട്ടോ. ഒരു വീട് മാത്രമുള്ള ഹിന്ദുക്കളുടെ. അതുകൊണ്ടാണ് വലിയ തിരക്കും കാര്യങ്ങളൊന്നും ഇല്ലാത്ത പ്രഭാതമായിട്ട്. അപ്പോൾ അടുത്ത ഹിന്ദുവിൻ്റെ ഒരു വീട്ടിലൊരു അത്തക്കളം ഇട്ടിട്ടുണ്ട്. അതാണ് ഞാൻ നിങ്ങളുടെ ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ പുതിയതായിട്ടാണ് എൻ്റെ ഈ ചാനൽ കാണണമെങ്കിൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ ഒരിക്കൽ കൂടി എൻ്റെ ചാനലിലോട്ട് സ്വാഗതം. അപ്പോൾ ഇന്ന് ഞാൻ നൈസ് പത്തിരി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ നൈസ് പത്തിരിക്ക് പൊടി ഞാൻ ഇതാക്കി വെച്ചേക്കണാണ്, വെള്ളം തിളപ്പിക്കാൻ വെച്ചേക്കണാണ്. അപ്പോൾ ഒരു പരിപ്പ് കറിയും വെക്കാമെന്ന് വിചാരിച്ചു. കാരണം എന്ന് വെച്ചാൽ ഇന്ന് നമ്മുടെ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ. സാധാരണ നമ്മൾ ഓണത്തിന് എങ്ങനെയാണ് സാമ്പാറും അവിയലും ഇത് ചെറിയ പായസം, ഒരുപാട് കറികളൊന്നുമില്ല. ഈ 2 കറിയും ഒരു പായസമായിട്ടാണ് നമ്മുടെ ഇന്നത്തെ ഒരു ഓണം ചെറിയ രീതിയിൽ നമ്മൾ ആഘോഷിക്കുന്നത്. അപ്പോൾ ഞാൻ കുക്കറിൽ പരിപ്പ് വേവിക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ ഒരു പച്ചമുളക് കീറി ഇത്തിരി ഉപ്പും മഞ്ഞൾപ്പൊടി ഇട്ടിട്ടാണ് ഞാൻ പരിപ്പറി വേവിക്കണത്. പൊടി ചൂടാറി കഴിഞ്ഞു. അപ്പോൾ കുഴക്കണം. കുഴച്ചതിന് ശേഷം ചെറിയ ഉരുളകളാക്കി മറ്റേ പ്രസ്സിൽ ചെയ്തിട്ടാണ് ഞാൻ പത്തിരി ചൂടുന്നത്. ഇതിന് മുമ്പ് ഞാനൊരു വീഡിയോയിൽ വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് നല്ലോണം കുറക്കണം. ഒരു 10-20 മിനിറ്റ് കുഴച്ചാൽ മാത്രമേ നമുക്കത് പത്തിരി ചൂടാനെടുത്ത് നല്ല സോഫ്റ്റായിട്ട് ഇരിക്കുള്ളൂ. കാരണം ഇത് നല്ല മരം പോലെയല്ല, നല്ലോണം കുഴക്കണം. എന്നാൽ മാത്രമേ ചുട്ട് കഴിഞ്ഞ ശേഷം അത് നമുക്ക് രാത്രി വരെ നല്ല പത്തിരി സോഫ്റ്റായിട്ടിരിക്കും. കുഴച്ചതിന് ശേഷം ഞാൻ ചെറിയ ഉരുളകളൊക്കെ ആക്കി അതിന് ശേഷം പ്രസ്സിൽ ഇതാക്കിയിട്ടാണ് പത്തിരി എല്ലാം ചുട്ടെടുത്തത്.
പക്ഷേ ഇങ്ങനെ സെൻസേഷനായിട്ടുള്ള ഷാമ്പു ഫോർ ഈസി ഒരു 5 മിനിറ്റ് ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞു. അപ്പം ഞാൻ ക്ലീൻ ആക്കാൻ പോണേണ്. അപ്പോൾ സിറ്റ് ഔട്ട് ഫസ്റ്റ് ക്ലീൻ ചെയ്തിട്ടാണ് അതൊക്കെ ഞാൻ ക്ലീൻ ആക്കണം. അപ്പോൾ മകളെ അടിച്ചൊക്കെ വാരിയിടും, ഞാൻ ക്ലീൻ ആക്കും. എല്ലാ ദിവസവും രാവിലെ വൈകുന്നേരം സിറ്റ് ഔട്ട് എപ്പോഴും ക്ലീൻ ആക്കി ഇടും. അത് കയറി വന്നൊരു ഭാഗമാണല്ലോ നമ്മുടെ. അപ്പോൾ അതുകൊണ്ട് സിറ്റ് ഔട്ട് എപ്പോഴും വൃത്തിയിലിടണാണ്. അപ്പോൾ അതിനുശേഷം അകത്ത് ക്ലീൻ ആക്കി. അപ്പോൾ ഇന്ന് ഉമ്മയാണ് കുക്ക് ചെയ്യണത്. ഞാനാകെ ബ്രേക്ക്ഫാസ്റ്റ് മാത്രമേ ഉണ്ടാക്കിയുള്ളൂ. ക്ലീനിങ്ങും ഉമ്മയാണ്. ഇന്ന് ഉമ്മയുടെ കുക്കിങ്ങാണ് സ്പെഷ്യൽ. സാമ്പാറും അവിയലും ചെറിയ പായസമൊക്കെ ഉമ്മയാണ് ഇന്ന് കുക്ക് ചെയ്യണത്. ക്ലീൻ ചെയ്യാനാണ്. അപ്പോൾ അവൾ ക്ലീൻ ചെയ്തതിന് ശേഷം എനിക്ക് തുടക്കാനൊക്കെ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ ആ സ്പെഷ്യൽ എന്താണെന്ന് നോക്കട്ടെ. ഉമ്മാൻ്റെ കുക്കിങ്ങൊക്കെ അത്യാവശ്യമൊക്കെ കഴിഞ്ഞ്. അപ്പോൾ അവിയലാണിത്. അപ്പോൾ ഏകദേശമൊക്കെ റെഡിയായി. അപ്പോൾ സാമ്പാറും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ സാമ്പാറിനുള്ളതാണ് ഇപ്പോൾ താളിക്കുകയാണ്. ചോറും ഇപ്പോൾ ഏകദേശം പായസത്തിലൊക്കെ ഇട്ടുള്ള പണിയാണ്. ഏകദേശം ആയിട്ടുണ്ട്. പിന്നെ അരപ്പും കാര്യങ്ങളൊക്കെ ചെയ്താൽ മതി. അപ്പോൾ അതിന് ശേഷം ഞാൻ തുടക്കാൻ വേണ്ടി നിന്നു. സന്തോഷ മൂവിയാണ് സൂപ്പർ ശരിക്കും സൂപ്പർ ആയിട്ടുണ്ടോ? സൂപ്പർ. അതുപോലെ മോനുണ്ടാക്കിയതാ. അതെനിക്ക് അതിലൂടെ എന്റെ മോനുണ്ടാക്കിയതാണ്. അമ്മയുണ്ടാക്കിയതല്ലേ അച്ഛൻ ഉണ്ടാക്കിയതാ? അപ്പം എൻ്റെ സിറ്റ് ഔട്ടൊക്കെ ക്ലീനായി കണ്ട ഗെയ്സ് അടിപൊളിയായിട്ടില്ലേ. പോയി ഇങ്ങനെ ഇരിക്കാനാണ് എനിക്കിഷ്ടം. വീട് പോയി നമ്മൾ വൃത്തിയാക്കലും കാര്യങ്ങളാണ്. അപ്പോൾ സിറ്റ് ഔട്ടാണല്ലോ മെയിനായിട്ട്. നമുക്ക് വന്നിരിക്കാനും ഒരു സ്പേസാണ്. എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്പേസുമാണ്. പിന്നെ എന്താണ്, ഇവിടെ ക്രിസ്ത്യൻസിൻ്റെ ഏരിയ ആയതുകൊണ്ട് ഓണത്തിൻ്റെ വലിയ പ്രചരിപ്പും കാര്യങ്ങളൊന്നും ഇല്ല. കാരണം സൈലൻ്റാണ്, ക്രിസ്ത്യൻസാണ്. പിന്നെ ഞാൻ പറഞ്ഞില്ല, അത്തക്കളും ഇട്ടൊരു വീട് മാത്രമുള്ള ഹിന്ദുക്കളുടേതും. അവിടെ അവരവരെ വീട്ടിൽ തന്നെ എല്ലാവരും. പിന്നെ കുറേ പ്രോഗ്രാംസൊക്കെ നമ്മുടെ വെളി ഗ്രൗണ്ടിലൊക്കെ ഉണ്ടായിരുന്നു. മെഗാ തിരുവാതിര അതൊക്കെ നിർത്തലാക്കി. അപ്പോൾ നമ്മുടെ വയനാടിൻ്റെ പ്രശ്നമാണ് ആയതുകൊണ്ടിട്ടാവാം. അപ്പം ഞാൻ തുടക്കാനൊക്കെ നിന്നു. തുടക്കൽ ശവളാണ് എല്ലാം ചെയ്യാറ്. പിന്നെ ഞാൻ വെക്കേഷനല്ലേ, അവർക്കൊരു റെസ്റ്റ് വേണമല്ലോ എന്ന് ഓർത്തിട്ട് ഞാനൊന്ന് ഹെൽപ്പ് ചെയ്യാനാണ്. അപ്പം ഞാൻ ക്ലീനൊക്കെ ആക്കി എല്ലാ സ്ഥലവും തുടച്ച് വൃത്തിയാക്കി.
ഷോപ്പിങ്ങൊക്കെ കഴിഞ്ഞ് കുളിച്ച് ഡ്രസ്സൊക്കെ മാറി. അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടിയാണ്. അപ്പം ഞങ്ങളുടെ സ്പെഷ്യൽ ഇതാണ് പപ്പടം, പാലട പായസം, അവിയൽ, സാമ്പാർ. അപ്പം ഇതാണ് ഞങ്ങളുടെ ഇന്നത്തെ ചെറിയൊരു ഓണം. അപ്പം നിങ്ങൾക്ക് എല്ലാവരും ഇതേപോലെ തന്നെ നിങ്ങൾ ഉണ്ടാക്കുന്നത് കരുതുന്നു. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ കുടുംബത്തിൻ്റെയും ഹാപ്പി ഓണം. വിശ്വസിക്കണ്ട, ട്രൈ ചെയ്ത് നോക്ക്. ഹലോ, അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ച് കുറച്ച് നേരം കിടന്നുറങ്ങി. അപ്പോൾ ഇപ്പം ഞങ്ങൾ പള്ളക്കര ഗ്രൗണ്ടിൽ പോകാമെന്ന് വിചാരിച്ചു. അപ്പം ഞങ്ങൾ രണ്ട് അമ്മയും മോളും സാരിയാണ്. പുളിയാണ് നോക്കിയേ. ഈ സാരി ഞാൻ മീഷോന്ന് ഓർഡർ ചെയ്തിട്ടുണ്ട്. അടിപൊളിയാണ് കേട്ടോ. 650 രൂപയാണ് ഈ ഒരു സാരിക്ക്. അപ്പം ഞങ്ങൾക്ക് ഓഫർ ഉള്ളതുകൊണ്ട് നമ്മളിപ്പോൾ ഓൾറെഡി മെയിനായിട്ട് മീഷോന്ന് കുറച്ച് എന്താണ് ചുരിദാറും ഇതൊക്കെ ഓർഡർ ചെയ്തുകൊണ്ട് നമുക്കത് ഓൾറെഡി മെസ്സേജും കാര്യങ്ങളൊക്കെ വരും. അപ്പോൾ ഇത് 650 രൂപയാണ് ഈ ഒരു സാരി. അടിപൊളിയല്ലേ ഫ്രണ്ട്സ്? ഈ ഒരു സാരിക്ക് 350 ആണ്. ബ്ലൗസ് 185 ആണ്. ബ്ലൗസ് ഈ സാരിക്ക് ചെറിയൊരു സാരിയാണ്. എന്നാലും 6 മീറ്ററില്ല, 5.1 മീറ്റർ സാരി. അങ്ങനെ ഞങ്ങൾ പള്ളത്തിര ഗ്രൗണ്ടിലെത്തി ഗൈസ്. അപ്പം നമ്മൾ ചെറുതായിട്ടൊന്ന് എൻജോയ് ചെയ്യാൻ വന്നതാണ്. ഒരുപാട് പേരുണ്ട് കേട്ടോ. ഇതെന്താ കാണുന്നുണ്ടാവും ഒരുപാട് പേര്. ഒരു മൂലക്കേല് ഫോട്ടോഷൂട്ട് ചെയ്യുന്നു. അപ്പോൾ പുതിയതായിട്ടാണ് ഈ വീഡിയോ കാണുന്നത്, സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, ബെൽ ബട്ടൺ അമർത്തണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നത് വരെ ടാറ്റാ. ഈ സമയത്ത് വാതിൽ കൊണ്ടുവരാം. മോനെ ഹാപ്പി ഓണം. हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा 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 तौबा, हुस्न तेरा तौबा